സ്ട്രീറ്റ് ഫുട്ബോളിന് മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നേരെ മാക്പൈസിൻ്റെ മത്സരത്തിലേക്ക് കിടക്കാം. സെൻറ്റ് ജെയിംസ് പാർക്കിൽ ന്യൂകാസിൽ യുണൈറ്റഡ് വൂൾസിനെ, വിറ്റോർ പെരേരയുടെ വൂൾസിനെ 3-0 എന്നുള്ള സ്കോർ ലൈനാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ന്യൂകാസിൽ യുണൈറ്റഡ് പറക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ പറക്കുകയാണ്. അവർ ടോപ്പ് 4ലേക്ക് കടന്നിരിക്കുകയാണ്. ചെൽസി 5th പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ന്യൂകാസിൽ യുണൈറ്റഡ് തുടർച്ചയായി 6 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. ഓൾ കോമ്പറ്റീഷൻസിൽ 9 മത്സരങ്ങൾ തുടർച്ചയായിട്ട് വിജയിച്ചിരിക്കുകയാണ്. ഇത് ക്ലബ് റെക്കോർഡാണ് ന്യൂകാസിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ എഡി ഹവിൻ്റെ മാഗ്പൈസ് ഫ്ലൈ ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊട്ടും അതിശോക്തിയില്ല എന്നുള്ളതാണ്. ഈ 9 മത്സരങ്ങൾ 26 ഗോളുകൾ അവരടിച്ചിട്ടുണ്ട്. 3 ഗോളുകൾ മാത്രമേ അവർ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ക്ലീൻ ഷീറ്റ് സ്വന്തമാക്കുന്നു. അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നു, ടീമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. അവർ മനോഹരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. അതിൽ തന്നെ അവരുടെ അറ്റാക്കിങ്ങിൻ്റെ കുന്തമന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസാക്കാണ്. ഇസാക്കിൻ്റെ ഇതിഹാസം രചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെങ്ങായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ മത്സരത്തിൽ 2 ഗോൾ 1 അസിസ്റ്റ്. അതായത് തുടർച്ചയായി ഇപ്പോൾ 8 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഇസാക്ക് ഗോൾ അടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ അടുപ്പിച്ച് ഗോൾ അടിച്ചതിൻ്റെ റെക്കോർഡ് ജേമി വാർഡിയുടെ പേരിലാണ് ഇരിക്കുന്നത്. 11 മത്സരങ്ങൾ അടുപ്പിച്ച് ചെങ്ങായി ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ റൂഡ് വാൻ നിസ്റ്റൽറോയ് 10 മത്സരങ്ങൾ അടുപ്പിച്ച് ഗോൾ അടിച്ചിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫോക്സ് ഇൻ ദ ബോക്സ് ആയിരുന്നു റൂഡ് വാൻ നിസ്റ്റൽറോയ് എന്നുള്ള കാര്യം ഓർക്കണം. അതേപോലെ തന്നെ 8 മത്സരങ്ങൾ അടുപ്പിച്ച് ഗോളുകൾ അടിച്ചത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് അഗെയിൻ റൂഡ് വാൻ നിസ്റ്റൽറോയ് അത് ചെയ്തിട്ടുണ്ട്. ജേമി വാർഡി വീണ്ടും ചെയ്തിട്ടുണ്ട്. ഡാനിയൽ സ്റ്ററിജ് നമ്മുടെ ലിവർപൂളിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സാരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അലക്സാണ്ടർ ഇസാക്ക് 8 മത്സരങ്ങൾ അടുപ്പിച്ച് പ്രീമിയർ ലീഗിൽ ഗോൾ അടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ റണ്ണ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? റെഡ് ഹോട്ട് ഫോമിലാണ് ഈ സ്വീഡിഷ് സ്ട്രൈക്കർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസിലും ചെങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ന്യൂകാസിൽ യുണൈറ്റഡ് ഒരു പ്രത്യേകതയാണ്. ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യണം എല്ലാവരും. ചെങ്ങായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സെറ്റ് പീസുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഓവറോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഒരു കംപ്ലീറ്റ് സ്ട്രൈക്കർ എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. വിങ്ങിൽ നിന്ന് അദ്ദേഹത്തിന് മനോഹരമായിട്ട് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഇൻസൈഡിലേക്ക് വരാൻ പറ്റും. അദ്ദേഹത്തിന് മനോഹരമായിട്ട് ഡ്രിബിൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഷോട്ട് അൺലീഷ് ചെയ്യാൻ പറ്റും. ഗ്രേറ്റ് സ്ട്രൈക്കർ ഓഫ് ദ ബോളാണ്. ഒപ്പം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നതാണ്, ഒരു നീളമുള്ള മനുഷ്യൻ ഗ്ലൈഡ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ലിങ്കപ്പ് പ്ലേ ബ്യൂട്ടിഫുള്ളാണ്. അതോടൊപ്പം തന്നെ ടീം പ്ലെയർ കൂടിയാണ് ചെങ്ങായി എന്നുള്ള കാര്യങ്ങളും. പിന്നെ അദ്ദേഹത്തിൻ്റെ ടച്ചും കാര്യങ്ങളും എല്ലാം എലഗൻസോട് കൂടിയിട്ടാണ് അലക്സാണ്ടർ ഇസാക്ക് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 15 പ്രീമിയർ ലീഗ് ഗോളുകളായി ഈ സീസണിൽ. ഓൾ കോമ്പറ്റീഷൻസിൽ മൊത്തം 17 ഗോളുകൾ ചെങ്ങായിയുടെ പേരിലുണ്ട്. അപ്പോൾ എന്തായാലും ഇസാക്ക് ആ ലൈന് മനോഹരമായിട്ട് ലീഡ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു പ്രോപ്പർ ടീമായിട്ട് ഒരു ടുഗദർനെസ് കൂടിയിട്ടാണ് ന്യൂകാസിൽ യുണൈറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ആദ്യം എടുത്ത് പറയേണ്ടതുള്ളത് അവരുടെ ഫുൾ ബാക്കിലാണ്. കോബ്ഹാം പ്രൊഡക്റ്റുകളായിട്ടുള്ള ലിവറമെൻതോയും ലൂയിസ് ഹോളും ബ്യൂട്ടിഫുള്ളായിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഡിഫൻസിൽ ഇപ്പോൾ ഡാൻ ബേൺ ആണെങ്കിലും ഫാബിയൻ ഷെയർ ആണെങ്കിലും ബോട്ട്മൻ ആണെങ്കിലും ഇവർ ആര് കളിക്കുകയാണെങ്കിലും അവരവരുടെ എല്ലാം കൊടുക്കുന്നു. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ടൊണാലിയെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആക്കിയതിന് ശേഷമാണ് കംപ്ലീറ്റ്ലി കാര്യങ്ങൾ പിന്നെ ന്യൂകാസിൽ യുണൈറ്റഡ് മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ട്വീക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത് എഡി ഹവ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ടൊനാലി തിരിച്ചു വന്നത് ഈ ടീമിന് കാര്യമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ടൊനാലി DM ആയിട്ട് മാറുമ്പോൾ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രൂണോ ഗിമറേഷിന് മുമ്പോട്ടേക്ക് കുറേ പോകാനുള്ള ലൈസൻസ് കിട്ടുന്നു. കാരണം ബ്രൂണോ ഗിമറേഷ് ഒരു എക്സലൻറ്റ് പാസറാണെന്നുള്ള കാര്യം ഓർക്കണം. ഒടുക്കത്തെ വിഷൻ കൂടിയുണ്ട്. ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ഇസാക്കിൻ്റെ 2ാമത്തെ ഗോള്, ഫസ്റ്റ് ഗോളിൽ എന്താണ് ഡിഫ്ലക്ഷനും ഫോർച്യുനേറ്റ് ആയിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ പിന്നെ അദ്ദേഹം ബോൾ ലെഫ്റ്റ് സൈഡിൽ പിക്ക് ചെയ്തു, എന്നിട്ട് കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു. കട്ടിൻ സൈഡ് ചെയ്ത് വന്നിട്ട് ഒരു 1-2 കളിക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ജോ ഗോമസിൽ തട്ടിയിട്ട് അത് തിരിച്ച് ഇസാക്കിൻ്റെ പാതിയിലേക്ക് തന്നെ വരുന്നു. എന്നിട്ട് ഇസാക്കിൻ്റെ ആ ഒരു ബോക്സിൻ്റെ പുറത്തു നിന്നുള്ള സെൻറ്ററിൽ നിന്നുള്ള അറ്റംപ്റ്റ് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടാണ് കീപ്പറിനെ റോങ് ഫുട്ട് ചെയ്തിട്ട് വലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതിൽ പിന്നെ ഒരുപാട് എലമെൻറ്റ് ഓഫ് ലക്ക് ഉണ്ട്. പക്ഷേ 2ാമത്തെ ഗോളിലൊന്നുമില്ല. ഷോർട്ട് കോർണർ പിന്നെ മർഫി നമ്മുടെ ബ്രൂണോ ഗിമറേഷിന് കൊടുക്കുകയാണ് ബോക്സിൻ്റെ പുറത്ത്. ആ ബോൾ പിക്ക് ചെയ്ത സാരത്തിൽ പിന്നെ ഇസാക്കിനെ എങ്ങനെ പിക്ക് ചെയ്യുന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അപ്പോൾ അത് ആ ബോൾ, ആ ത്രൂ ബോൾ, അതൊരു 1.5 ബോളാണത്. ഒരു രക്ഷയില്ലാത്ത പാസ്സാണത്, എൻ്റെ പൊന്നോ. എന്നിട്ട് ഇസാക്കിൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ഫസ്റ്റ് ടച്ച്, റൈറ്റ് ഫുട്ട് കൊണ്ടുള്ള ഫിനിഷ്, ക്ലാസ്. ഓവറോൾ ആ ഗോളിലുള്ള പാസും ഫിനിഷും ബ്യൂട്ടിഫുള്ളാണ്. അതാണ് ബ്രൂണോ ഗിമറേഷിന് ആ ലൈസൻസ് കിട്ടുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ പാസുകൾ പ്രൊവൈഡ് ചെയ്യും. അത്തരത്തിലുള്ള പ്ലെയറാണ് ബ്രൂണോ ജി. അപ്പോൾ ബ്രൂണോ ഗിമറേഷിൻ്റെ ഇമ്പാക്റ്റ്. പിന്നെ വർക്ക് ഹോഴ്സുകളാണ്. ഇപ്പോൾ ആൻ്റണി ഗോർഡൻ ട്രിക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒപ്പം ഒടുക്കത്ത് വർക്ക് റേറ്റ് ആ വിങ്ങിൽ പ്രൊവൈഡ് ചെയ്യും. മർഫി അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ ഈ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ ഈ ഒരു റണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ റൈറ്റ് വിങ്ങിൽ.
ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള വർക്ക് റേറ്റ് കൊടുക്കും. അതോടൊപ്പം തന്നെ സ്ട്രൈക്കിംഗ് എബിലിറ്റി, ക്രോസ് ഉണ്ട്, പാസിംഗ് എബിലിറ്റി, പിന്നെ അദ്ദേഹത്തിൻ്റെ പേസ്, ഇതൊക്കെ ഓപ്പോസിഷൻ ടീമുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുകയാണ്. വളരെ ബ്രേവായിട്ടാണ് മർഫി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡിൽ എടുത്തു പറയേണ്ട തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് മർഫി. അധികം ആളുകൾ ചിലപ്പോൾ സംസാരിച്ചു എന്ന് വരില്ല മർഫിയെ കുറിച്ചിട്ട്. പിന്നെ ജോലിൻറ്റൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ല, ഈ വർക്ക് ഹോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ജോലിൻറ്റൻ്റെ പേരാണ് നമുക്ക് ആദ്യം ഓർമ്മ വരാം. അപ്പോൾ അദ്ദേഹം അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കുന്ന സിനാരിയോ ഉണ്ട്. ഡിഫൻസിനെ ഹെൽപ്പ് ചെയ്യുന്നു, അറ്റാക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു, ഒരു രക്ഷയില്ല. പിന്നെ സബിൽ നിന്ന് വരുന്ന വില്ലൊക്കെ ആണെങ്കിലും പുള്ളിക്കാരനും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് ചാൻസുകളൊക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. ഡുബ്രാവ്ക സേവ് പുൾ ഓഫ് നമ്മൾ കണ്ടു. ഇപ്പോൾ മാറ്റിയാസ് കുനിയൊക്കെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. വിറ്റോർ പെരയുടെ ടീം ചാൻസുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണ്, അവർക്ക് ക്ലിനിക്കലാകാൻ സാധിച്ചില്ല. മത്സരത്തിന് ശേഷം വിറ്റോർ പെരേര പറഞ്ഞത് തന്നെയാണ്, അതായത് ഈ ഫോമിൽ കളിക്കുന്ന ടീമിനെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ക്വാളിറ്റിയുള്ള ഒരു ടീമിനെതിരെ മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അത് അവർ പണിഷ് ചെയ്യും. ന്യൂകാസിൽ യുണൈറ്റഡ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പണിഷ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വിറ്റോർ പെരേര പറയുന്നത്. അപ്പോൾ എന്തായാലും വിറ്റോർ പെരേരയെ സംബന്ധിച്ചിടത്തോളം വന്ന ആദ്യത്തെ 2 മത്സരങ്ങൾ വിജയിക്കാൻ സാധിക്കുന്നു. പക്ഷേ പിന്നെ ആ ഒരു ഗ്രേറ്റ് റിയാലിറ്റി ചെക്ക് അദ്ദേഹത്തിന് മുന്നിൽ ഇപ്പോൾ വന്നു നിൽക്കുകയാണ്. മത്സരങ്ങൾ പരാജയപ്പെടുകയാണ്. അടുത്തത് ചെൽസിക്കെതിരെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ്. എങ്ങനെ റിയാക്ട് ചെയ്യും ഈ ടീം എന്നുള്ളത് കണ്ടറിയാം. ഗൊൺസാലോ ഗഡഷൊക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ലാർസന് 1-2 നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം 2 തവണയും പോസ്റ്റ് അടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഒരു തവണ അദ്ദേഹം പോസ്റ്റ് അടിക്കുന്നു, മറ്റത് ഡുബ്രാവ്ക സേവ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിനിക്കലല്ലാത്തൊരു പ്രശ്നം വൂൾസിനെയും അലട്ടുന്നുണ്ട്. അത് ഗാരി ഒനീലിൻ്റെ സമയത്തും അത് തന്നെയായിരുന്നു ഒരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും മാഗ്പൈസ് ഇൻക്രെഡിബിൾ ഫോമിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ടീമായിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതിൽ തന്നെ എന്താ പറയുക, എഡി ഹവ് ഈ ടീമിനെ ലിഫ്റ്റ് ചെയ്തിട്ടുള്ള രീതി, അദ്ദേഹം ട്വീക്കുകൾ നടത്തിയുള്ള രീതി, അദ്ദേഹം തന്നെയാണ് പ്രധാന ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പിന്നെ ഇസാക്കിനെ പോലെയുള്ള ഒരു സ്ട്രൈക്കർ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം ബോൾ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പണി പുള്ളിക്കാരൻ ചെയ്തോളും. അതോടൊപ്പം തന്നെ ആ 3rd ഗോളിലുള്ള ആ ഒരു സെൽഫ്ലെസ് നേച്ചർ നമുക്ക് ഇസാക്കിൻ്റെ ഗെയിമിൽ കാണാൻ സാധിക്കും. അതിലും മർഫിയുടെ ഇമ്പാക്റ്റ് വളരെ വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു സിനാരിയിൽ എന്താ, മർഫി ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് ഈവൻ ഹാഫിലിൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനാരിയോയിൽ മർഫിയുടെ ഏരിയ റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇസാക്ക്. അപ്പോൾ ബോൾ മർഫി റിസീവ് ചെയ്യുന്നു ഡിഫൻസിൽ നിന്ന് ആ ഒരു ഹാഫ് ലൈൻ്റെ അടുത്ത്. എന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ടേണൊക്കെ ബ്യൂട്ടിഫുൾ ആട്ടോ. എന്നിട്ട് പുള്ളിക്കാരൻ ആ ബോൾ മുമ്പോട്ട് കൊടുക്കുന്നു. അത് എന്നിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നമ്മുടെ ഇസാക്കിലേക്ക് എത്തുകയാണ്. ഇസാക്ക് പിന്നെ ഗോർഡൻ്റെ റണ്ണ് പിക്ക് ചെയ്യാൻ ശ്രമിച്ചാണ്. തുടക്കത്തിൽ അത് ബ്ലോക്ക് ചെയ്യുന്നു, വീണ്ടും അത് ഇസാക്ക് തന്നെ പിക്ക് ചെയ്യുന്നു, വീണ്ടും ഗോർഡൻ്റെ ആ ഒരു പൊസിഷൻ അദ്ദേഹം പിക്ക് ചെയ്യാണ് ആ ഒരു ബോക്സിൽ നിൽക്കുന്നത്. അവിടെ വൂൾസിൻ്റെ ഡിഫെൻഡിങ് ഓഫുള്ളാണ്, പക്ഷേ സ്റ്റിൽ ഇസാക്ക് അത് ഗോർഡനെ കൊടുക്കുന്നു. ഗോർഡൻ്റെ ഫിനിഷ് നമ്മൾ കാണുന്നു. അങ്ങനെയാണ് പിന്നെ ന്യൂകാസിലിൻ്റെ 3ാമത്തെ ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് 2 ടീമുകൾ ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തി. 17 അറ്റംപ്റ്റുകൾ മാഗ്പൈസ് നടത്തുന്നു, 13 അറ്റംപ്റ്റുകൾ വൂൾസ് നടത്തുന്നു. അത്തരത്തിൽ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡ് ഈ ഫോം തുടർന്നു കഴിഞ്ഞാൽ അവർക്ക് ടോപ്പ് 4-ൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും അവർക്ക് ഈ ഫോം തുടരാൻ സാധിക്കുമെന്നുള്ളത് കണ്ടറിയാം. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ബാക്കിയുണ്ട് ഈ സീസണിൽ. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഓഫ് സീസൺ എന്തായാലും ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്, അല്ലേ? 1ാം സ്ഥാനത്ത് ലിവർപൂൾ ഇരിക്കുന്നു, 2ാം സ്ഥാനത്ത് ആർസണൽ ഇരിക്കുന്നു, 3ാം സ്ഥാനത്ത് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, 4ാം സ്ഥാനത്ത് ന്യൂകാസിൽ യുണൈറ്റഡ്, 5ാം സ്ഥാനത്ത് ചെൽസി, 6ാം സ്ഥാനത്ത് മാൻ സിറ്റി, 7ാം സ്ഥാനത്ത് വില്ല, 8ാം സ്ഥാനത്ത് ബോർണ്മൗത്ത്. അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം 4ാം സ്ഥാനത്തുള്ള ന്യൂകാസിൽ യുണൈറ്റഡും 8ാം സ്ഥാനത്തുള്ള ബോർണ്മൗത്തും തമ്മിൽ വെറും 4 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ടോപ്പ് 4 റേസ് വളരെ 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 ഇൻട്രസ്റ്റിംഗ് ആണ് പ്രീമിയർ ലീഗിൽ. ഒപ്പം ഒരു ടൈറ്റിൽ റേസും ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇതോടൊപ്പം ന്യൂകാസിൽ യുണൈറ്റഡ് ടീമിൻ്റെ വർക്ക് എത്തിക്ക് മനസ്സിലാക്കണമെങ്കിൽ, അതുപോലെ തന്നെ ടൊനാലിയുടെ ഒക്കെ ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു പിന്നെ സീക്വൻസ് കണ്ടാൽ മതി. അതായത് മത്സരത്തിൻ്റെ അവസാന സാഹചര്യങ്ങൾ 3-0 ലീഡ് ഉണ്ട്, ന്യൂകാസിൽ യുണൈറ്റഡ് അറ്റാക്ക് ചെയ്യുകയാണ്. അലൻ ഷീറർ മാച്ച് ഓഫ് ദി ഡേയിലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ടൊനാലി ആ ഒരു റൈറ്റ് വിങ്ങിലൂടെ പോയിട്ട് ബോക്സിൽ ബോൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. ആ സാഹചര്യത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് പൊസഷൻ നഷ്ടപ്പെടുത്തുന്നു. അവിടെ ടൊനാലിയുടെ റിയാക്ഷൻ കാണണം. ടൊനാലി പറക്കുകയാണ്, തിരിച്ചു പറക്കുകയാണ് അവിടെ ആ പൊസഷൻ വിൻ ബാക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ന്യൂകാസിൽ യുണൈറ്റഡ് അവിടെ പൊസഷൻ വിൻ ബാക്ക് ചെയ്തു. അതാണ് വർക്ക് എത്തിക്ക് പറഞ്ഞാൽ, അതാണ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ. അതായത് മത്സരത്തിൻ്റെ അവസാന മിനിറ്റുകളിലാണ് ഇത് സംഭവിക്കുന്നത്.
ഓൾറെഡി ഒരുപാട് ഡിസ്റ്റൻസ് ടൊനാലി കവർ ചെയ്തിട്ടുണ്ട്. ഇത് കേവലം ഒരു ടൊനാലിയുടെ കാര്യം മാത്രമല്ല, ഇത് ടൊനാലിയുടെ ഒരു എക്സാമ്പിൾ പറയുന്നു എന്ന് മാത്രമാണ്. ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ മൊത്തത്തിലുള്ള വർക്ക് എത്തിക്കാണത്. അതായത് വേണമെങ്കിൽ വിചാരിക്കാം, 3-0 ലീഡുണ്ട്, ഇനിയിപ്പോൾ എന്താണ് കളി കഴിയാറുമായി, ഇനിയിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ഓടിയിട്ടുണ്ട്, ഇനി വീണ്ടും ഓടണോ? അല്ല, അതാണ് ആ ടീമിന് വേണ്ടി മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ ക്ലീൻ ഷീറ്റ് അവിടെ കരസ്ഥമാക്കണമെന്നുള്ളതും മാത്രമല്ല, തൻ്റെ പണി ഏതൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും മത്സരത്തിൻ്റെ ഏതൊരു സിറ്റുവേഷനിലും തൻ്റെ പണി വൃത്തിക്ക് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അത് എഡി ഹവ് ഈ ടീമിൽ ഇൻസ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ തുടർച്ചയായി 9 മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇത് എത്രത്തോളം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുള്ളത് കണ്ടറിയാം. ഇവരൊക്കെ ഫിറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ ന്യൂകാസിൽ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 4 ഫിനിഷ് ചെയ്യാനുള്ള ബിഗ് ചാൻസ് ഉണ്ട്. ഫിറ്റായിട്ടിരിക്കണം, കാരണം അത്ര ഡീപ്പായിട്ടുള്ളൊരു സ്ക്വാഡ് അവർക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് മാഗ്പൈസിൻ്റെ ആ ഒരു വർക്ക് എത്തിക്ക്. അതോടൊപ്പം ഇസാക്ക് അജാദി ഫോമിലുമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂകാസിലിൻ്റെ കളി കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഫിസിക്കാലിറ്റി ഉണ്ട്, അഗ്രഷൻ ഉണ്ട്, അവർ ഒപ്പം ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യുന്ന സീനും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കൊണ്ട് കാണാം. ഗുഡ് ബൈ.